ഇയാള് കണ്ടു കഴിഞ്ഞാല് കിടന്നാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫോമാണ്. ഈ പറയുന്ന സ്ത്രീ എവിടെയെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ അവിടെ രക്ഷിക്കാൻ വരുന്നത് ചിലപ്പോൾ കറുപ്പ് എളുപ്പം നോക്കിയിട്ടല്ല, ജാതിയോ മതമൊന്നും നോക്കിയിട്ടല്ല, അല്ല സൗന്ദര്യം ഇല്ലാത്ത ആളുകളൊന്നും നോക്കിയിട്ടൊന്നല്ല രക്ഷിക്കാൻ വരുന്നത്. ആരാ എപ്പോ എവിടെ വരാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നാ പറയോ സൗന്ദര്യം ഇല്ല, അല്ല കറുപ്പാണ്, എന്നെ തൊടണ്ടാന്ന് പറയോ. ഒരു നൃത്ത അധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കിടന്നാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ഈ സംഭവങ്ങളൊക്കെ അധികം ആളുകളും അറിഞ്ഞു കാണും. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിവാദ പരാമർശം, മറ്റൊരാളെ നിറത്തിന്റെ പേരിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഇന്റർവ്യൂ. കലാമണ്ഡലം സത്യഭാമ. ഈ പറയുന്ന കേട്ടാൽ അറിയാം ജനങ്ങൾ മണ്ടന്മാരൊന്നല്ല, ആരെയാണ് പറയുന്നത് എന്താണ് പറയുന്നതൊക്കെ വ്യക്തമായിട്ട് അറിയാം. കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ ദൈവം തരുന്നതാണ്. കറുപ്പിലും വെളുപ്പിലും ഒന്നല്ല സൗന്ദര്യം, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലാണ് സൗന്ദര്യം, അല്ലാതെ മുഖത്ത് കുറച്ച് സൗന്ദര്യം ഉണ്ടായൊന്നും അതൊന്നല്ല സൗന്ദര്യം. ഇവിടെ ഈ സ്ത്രീ പറയുന്നുണ്ട് പെറ്റ തള്ള സഹിക്കില്ല, കാക്കയുടെ കറുപ്പാണെന്ന്. ഒരമ്മക്ക് അവരെ കുട്ടികൾ കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ താൻ കുഞ്ഞ് പെൺകുഞ്ഞാണ്. അല്ലാതെ ഈ പറയുന്ന സ്ത്രീക്ക് ഒരു കുട്ടി കുറച്ച് കറുപ്പായാൽ ഈ കുട്ടിയെ ഇല്ലാതാക്കുമോ, കൊന്നുകളയുമോ ഈ സ്ത്രീ? എന്താ പറയുന്നതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ? വളരെ മോശമായിട്ട് എന്താ പറയാ, ആ പറയുന്ന സമയത്ത് കുറച്ച് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ ഒരു അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകരൊക്കെ വളരെ കുറ്റം പറയുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ബഹുമാനം തോന്നി, വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. വീഡിയോ ആണ്. ഒരു കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കും, നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോ കിട്ടുമായിരിക്കും. അങ്ങനെ ഉള്ള കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അത് തന്നെ പറഞ്ഞെന്ന്, പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഒരാ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കയറി ഇയാള് ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അതിന് മുമ്പ് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? അതുകൊണ്ട് ഇപ്പൊ എന്ത് കുഴപ്പം? പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കല്, കാശും മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. വല്ലാതെ സൗന്ദര്യത്തിന് ഒരു കോളുണ്ടെന്ന് കുട്ടി എവിടെയാണ് നേരത്തെ പറയുന്നത്? കറുപ്പും വെളുപ്പും വേർതിരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? നെൽസൺ പട്ടേൽ സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം, റിപ്പോർട്ടറെ അറിയിക്കാം. ഇയാളെ അറിയിക്കാടോ? ഒരു വിധികർത്താവാണ് നിങ്ങളെന്ന് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ഈ പറയുന്ന സ്ത്രീ എവിടെയെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ അവിടെ രക്ഷിക്കാൻ വരുന്നത് ചിലപ്പോൾ കറുപ്പ് എളുപ്പം നോക്കിയിട്ടല്ല, ജാതിയോ മതമൊന്നും നോക്കിയിട്ടല്ല, അല്ല സൗന്ദര്യം ഇല്ലാത്ത ആളുകളൊന്നും നോക്കിയിട്ടൊന്നല്ല രക്ഷിക്കാൻ വരുന്നത്. ആരാ എപ്പോ എവിടെ വരാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നാ പറയോ സൗന്ദര്യം ഇല്ല, അല്ല കറുപ്പാണ്, എന്നെ തൊടണ്ടാന്ന് പറയോ.
ആരാണ് എപ്പോ വരിക എന്ന് പറയാൻ പറ്റില്ല. വളരെ മോശമായ രീതിയിൽ, എന്താ പറയാ, കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ. കാരണം ഒരു സ്ത്രീ എന്നൊക്കെ പറയുന്ന നമ്മൾ അമ്മയെ സ്ഥാനം കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ ആ കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുക്കണം. പക്ഷെ ഇതുപോലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ തോന്നുന്നത്? വളരെ 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 മോശമായി പോയി. കാരണം സൗന്ദര്യമൊക്കെ കറുപ്പിനും വെളുപ്പിലാണോ സൗന്ദര്യം? നമ്മുടെ മനസ്സിന്റെ ഉള്ളിലല്ലേ? കഷ്ടമുണ്ട്. പിന്നെ ഈ വിഷയം ആരെയാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് പറയാണ് ഞാൻ ആരെയാണ് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, സ്ഥലങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാപം മണിയുടെ സഹോദരൻ RLV ബാലകൃഷ്ണൻ, മോഹിനിയാട്ടത്തിൽ PhD എടുത്ത RLV ബാലകൃഷ്ണൻ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോ നമുക്ക്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായത് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ എന്ന് പറയുന്നത് ആരാണെന്ന് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നുണ്ട് അവർ, അതായത് സംഗീത നാടക അക്കാദമിയിൽ KPSC ലളിതയുമായി വാഗ്വാദത്തിലേർപ്പെട്ട മോഹിനിയാട്ട കലാകാരൻ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം, അവർ എനിക്കെതിരെ കേസ് കൊടുത്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് എന്നെ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ ഇവർ നടത്തിയിട്ടുള്ള പരാമർശം അത് കേരളത്തിലെ പുരുഷ നർത്തകർക്ക് അപമാനമാകുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്ന കറുത്ത വർഗത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാകുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് പുറകെ വരുന്ന അല്ലെങ്കിൽ കറുത്തവർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അടൈവരായിട്ട് പറയുന്നു കാക്കയെ പോലെ കറുത്തവർ എന്ന്. അപ്പോൾ ഈ കറുത്തത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കറുത്തത് അവർണമാണ്, വെളുത്തത് സവർണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജാതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ ആള് എന്താ പറയുക, കോടതീയ നടപടികളെ അല്ലെങ്കിൽ നിയമ സംഹിതകളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇവർ പേര് പറയാതെയും അല്ലെങ്കിൽ ജാതി പറയാതെയും മനഃപൂർവ്വം ജാതിയിലേക്കും പേരിലേക്കുമൊക്കെ തെറിക്കാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഈ കാര്യം പുറത്തു പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഇത്രയും മോശമായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ മുമ്പേ സ്വയം പോയിട്ട് കണ്ണാടിന് മുമ്പിൽ നോക്കുക, സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. സത്യം പറയണേ, എനിക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഒരാളെ കറുപ്പോ വെളുപ്പായിട്ട് ഒരാളെ മോശമായി ചിത്രീകരിക്കാൻ എങ്ങനെയാണ് മനസ്സ് തോന്നുന്നത്? നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ചിലപ്പോൾ കറുപ്പായിരിക്കും, വെളുപ്പായിരിക്കാം, തടി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ തടി ഇല്ലാതിരിക്കാം. ദൈവം എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുവോ? ഇല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നന്നായി പിന്നെ അതിലപ്പുറം എന്താണ് വേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായം ആ RLV ബാലകൃഷ്ണൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോകണമെന്നാണ്. കാരണം ഇത്രയും വളരെ മോശമായ ഒരാൾ രീതിയിൽ കാക്കയുടെ കറുപ്പ് വളരെ മോശമായൊക്കെ ചിത്രീകരിക്കുമ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യം പറയാണ്. കാരണം കേട്ടപ്പോ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഒരാളെ പറയാൻ പാടുണ്ടോ? അവിടെ പറയുന്നുണ്ട് ഞാൻ ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ കേൾക്കുന്ന ജനങ്ങൾക്കറിയാം ആരെയാണ്, എന്താണ്, എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ. കേൾക്കുന്ന ഒരാളും മണ്ടന്മാരല്ല.